ഒരു സാരി നമുക്ക് മടക്കാൻ കിട്ടിയാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു നോട്ട് ഇടണം. കണ്ടോ, ഇതുപോലെ ഒരു ചെറിയൊരു നോട്ട് ഇടണം. എന്നിട്ട് ആരുടെ ആണോ അവരുടെ അളവ്, ഇതിപ്പോൾ എൻ്റെ സാരിയല്ല, ഞാൻ അവരുടെ അളവ് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അവരുടെ അളവ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വെക്കണം. അതായത് സാരി ഇവിടെ വെക്കുക, ഈ നോട്ട് ഇവിടെ വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഇത് കണ്ടോ, ഇത് കറക്കിയിട്ട് നമ്മൾ ഇവിടുത്തെ പ്ലീറ്റ് കണ്ടോ, ഈ പ്ലീറ്റ് നമ്മൾ അവരുടെ അളവിന് എടുത്ത് വെക്കണം. പിന്നെ കുത്തി വെക്കാവേ. ഇതെൻ്റെ അളവല്ല, ഞാൻ ക്ലയൻറ്റിൻ്റെ അളവെടുത്ത് വെച്ചിരിക്കുന്ന ഒരു സാരിയാണേ. അപ്പോൾ അത് നിങ്ങൾക്കോട് പറഞ്ഞു തരാം. കാര്യം ടേപ്പും ഒന്നും ഇല്ലാണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യം ഇവിടെ ഒരു നോട്ടിട്ട് ഇവിടെ ചെയ്യുക, എന്നിട്ട് കറക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പ്ലീറ്റ് എടുക്കാൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇത് കണ്ടോ, ഇതിപ്പോൾ പ്ലീറ്റ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് 1 2 3 4 5 6 7 പ്ലീറ്റേ ഉള്ളൂ. ഈ പ്ലീറ്റ് നമ്മളിവിടെ വെച്ചേക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളത് ഇവിടെ ഇട്ടിട്ട് ക്ലയൻറ്റിൻ്റെ അളവെടുക്കുന്നതാണേ പറഞ്ഞു തരുന്നത്. എന്നിട്ട് ഈ മുന്താണി ഉണ്ടല്ലോ, ഈ മുന്താണി നമ്മളിങ്ങനെ കറക്കി കൊണ്ടുവരിക. കറക്കി കൊണ്ടുവന്നിട്ട് അതായത് നമ്മൾ അളവെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പ്ലേറ്റൊന്നും എടുത്തില്ല, ചുമ്മാ അതേ ഒരു പിന്ന് കുത്തി വെച്ചിട്ടുണ്ട്. ഒരു പിന്നിങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു അളവെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് കണ്ടോ, ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പം ശരിയായിക്കോളും. ഇവിടുത്തെ പ്ലേറ്റ് ഞാൻ എടുത്തിട്ടില്ല. ഇവിടെ ഞാനൊരു പിന്ന് കുത്തി വെച്ചിട്ടുണ്ട്. മുന്താണിയുടെ അവിടെ ഞാനൊരു പിന്ന് കുത്തി വെച്ചിട്ടുണ്ട്. ആകെ നമുക്ക് പിന്ന് വേണ്ടത് കണ്ടോ, ഒരു പിന്നും പിന്നെ ഈ പ്ലീറ്റ് ഇവിടെ എടുക്കുന്ന 2 പിന്നാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടോ, പിന്നെ നമ്മളിവിടെ ഒരു നോട്ട് ഇട്ട്, എന്നിട്ട് നമുക്ക് ഈസി ആയിട്ട്, വളരെ ഈസി ആയിട്ട് എടുക്കാം. ഒരളവും വേണ്ട. ക്ലയൻറ്റ് കൊണ്ടുവരുന്നതിന് ജസ്റ്റ് ഒന്ന് അളവെടുക്കുക. ആ സാരി വെച്ച് തന്നെ നമുക്ക് അളവെടുക്കാം. അല്ലാതെ ടേപ്പോ ഒന്നും വേണ്ട, അളവിന് മെഷീനൊന്നും വേണ്ട. പിന്നെ മെഷർമെൻറ്റ് നമ്മൾ ഇവിടുത്തെ അളവ് നമുക്ക് അവർക്ക് എവിടെയാണോ ഇവിടോട്ട് വെച്ച് ഇങ്ങനെയാണ് നമ്മൾ, അതായത് സാരി നമ്മൾ ഇങ്ങനെ കയറ്റത്തില്ലേ, സാരി നമ്മൾ ഇങ്ങോട്ട് കയറ്റത്തില്ലേ. അപ്പോൾ ചില ആൾക്കാർ ഇവിടം വരെ കയറ്റും. അപ്പോൾ അവരോട് ചോദിക്കണം നമ്മൾ എത്രത്തോളമാണ് നമ്മളിവിടെ കയറ്റുക. അപ്പോൾ ഇത്രയാണ് എല്ലാവർക്കും ചെയ്യേണ്ടത്. ഇങ്ങും കയറ്റരുത്. ഇങ്ങ് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇത് വെച്ചിട്ട് നമ്മൾ ഇവിടുത്തെ അളവ് കൈ കൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ അളവ് ഇവിടെ എടുക്കണം, ഇവിടെ എടുക്കണം. ഇത് 2 കണ്ടോ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ അളവ് 2 അളവ് എടുത്താൽ മതി. അതിനൊന്നും ഇതിൻ്റെ മെഷർമെൻറ്റിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഈസി ആയിട്ട് നമുക്ക് സാരി പ്രീപ്ലീറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ പ്രീപ്ലീറ്റ് ചെയ്തിട്ട് മടക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രീപ്ലീറ്റ് ചെയ്യാൻ അറിയാമായിരിക്കുമല്ലോ. ഇവിടുത്തെ എടുത്ത് മടക്കുന്നതിന് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോൾ എല്ലാ വീഡിയോസും എല്ലാം കാണുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അറിയാം. ഇനി അത് പ്രീപ്ലീറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് മടക്കുന്നതെന്ന് കൂടെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ മുന്താണി നമുക്ക് ഇവിടെ എടുക്കുന്നത് എങ്ങനെയെന്ന് ഒന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഇത് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ടുണ്ട്. കാര്യം ഒരേ അളവിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒന്നും ഒരു അളവിൻ്റെയും ഒരു ബോർഡിൻ്റെയും ഒന്നും ആവശ്യമില്ല. ഇത് കണ്ടോ, നമ്മൾ ഇവിടുത്തെ ഫസ്റ്റ് പ്ലീറ്റ് എടുക്കുമ്പോൾ ഇച്ചിരി ഒന്ന് വലുതാക്കി എടുക്കണം. കണ്ടോ, കുറച്ച് വലുതാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് ചെറിയ പ്ലേറ്റ്, അതായത് ഇങ്ങോട്ട് കുറച്ചുകൂടി ഇങ്ങോട്ട് കയറ്റണം. എന്നിട്ട് ഇത് കണ്ടോ, ഇങ്ങനെ എടുക്കണം. എല്ലാ പ്ലേറ്റും ഒരേപോലെ ആവും. നമുക്കെല്ലാം കൈ കൊണ്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു മെഷർമെൻറ്റിൻ്റെയും ആവശ്യമില്ല. ഇത് കണ്ടോ, കണ്ടോ, 1 2 3 4 5 6 7 8 9 10 പ്ലേറ്റ് ഉണ്ട്. ഇത് 10 പ്ലേറ്റ്. ഇനി നിങ്ങൾക്ക് ഇത് മടക്കാൻ അറിയാമല്ലോ. നമ്മളിവിടെ അളവ് ഇത് പിന്നൂത്തി വെച്ചിരിക്കുന്ന ഇതില്ലേ, പിന്നൂത്തി വെച്ചിരിക്കുന്നവിടെ വരെ മടക്കി എടുക്കണം കേട്ടോ. നമ്മളിത് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് മടക്കി വെച്ചിരിക്കുന്നില്ലേ, ഇതിങ്ങനെ നമ്മൾ മടക്കി വെച്ചിരിക്കുന്നത് നമ്മളിങ്ങനെ ഇതിലിട്ട്, എന്നിട്ട് നമ്മൾ ഇതെല്ലാം മടക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. എന്നിട്ട് ഇത് കണ്ടോ, ഈ പോഷൻ നമ്മൾ കുത്താൻ പോകുന്ന പോഷൻ എടുത്തിട്ട് ഇങ്ങനെ 2-3 മടക്ക് കറക്റ്റ് അളവിൽ മടക്കണം. ഇത് കണ്ടോ, കറക്റ്റ് അളവിൽ മടക്കി നമ്മളിങ്ങനെ വെച്ചു. അതിന് ശേഷം നമ്മൾ മടക്കുക ചെയ്യുന്നത്. ഫോൾഡ് ചെയ്യുക, ഹാങ്കർ ഫോൾഡിങ് അല്ല, ശരിക്കും ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇത് കണ്ടോ, ഇത് ഇങ്ങോട്ട് ഇടണം. മുന്താണി മടക്കി വെച്ചിരിക്കുന്ന മുന്താണി ഇങ്ങോട്ട് ഇട്ടിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടുത്തെ പ്ലേറ്റില്ലേ അത് ഇവിടെ വെക്കണം. ഇവിടെ വെച്ചിട്ട് നമ്മൾ ഈ മടക്കിൻ്റെ ഇത് നോക്കണം. ഇത് കണ്ടോ, ഈ മടക്കിൻ്റെ വശം നോക്കണം. ഈ മടക്കിൻ്റെ വശം നോക്കിയിട്ട് ആ ഭാഗം എത്രത്തോളം വേണം എന്നുള്ളത് നോക്കണം. ഇത്ര വേണം. കൈ കൊണ്ട് തന്നെ അളവെടുത്താൽ ഇത് കണ്ടോ, ഇങ്ങനെ എടുത്തിട്ട് അത് ഇങ്ങോട്ട് ഇടണം. ഓക്കെ, ഇങ്ങോട്ട് ഇട്ടതിന് ശേഷം ഈ ബാക്കി വരുന്ന പോർഷൻ കണ്ടോ, ബാക്കി വരുന്ന പോർഷൻ ഇതാണ് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ എല്ലാവരും വന്ന് ചോദിക്കുന്ന കാര്യം ഇത് എങ്ങനെയാണ് മടക്കുന്നതെന്ന്. അത് നമ്മൾ ഇതിങ്ങനെ എടുക്കുക. അതൊന്നും ചെയ്യാനില്ല. ഇതിങ്ങനെ കണ്ടോ, ആ മടക്ക് കണ്ടോ, കണ്ടോ, എന്നിട്ട് ഒന്നുകൂടി ഇങ്ങനെ മടക്കണം. ഇങ്ങോട്ട് മടക്കുക. എന്നിട്ട് ഇത് കണ്ടോ, അതായത് ഈ ഫോൾഡിങ് നമ്മൾ ഇവിടെ വരത്തില്ലേ, ആ ഫോൾഡ് നമ്മളൊന്നും ചെയ്യാതെ തന്നെ ഇവിടെ വച്ചേക്കുക. അത് ഇങ്ങനെ ചെയ്യുക, കറക്റ്റ് തിരിച്ചെടുക്കുക. വീണ്ടും ഒന്നുകൂടി നമ്മളിങ്ങനെ മടക്കുക.
ഇങ്ങനെ മടക്കുക. നമ്മളിങ്ങനെ വെച്ച് ഇതേ കണ്ടോ, ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതുപോലെ തന്നെ ഉടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ മടക്കി നമുക്ക് വയ്ക്കാം. വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ സാരി വീണ്ടും കൊടുക്കാം. പിന്നെ പ്രീപ്ലീറ്റ് ചെയ്യാനും കൊടുക്കണ്ട, ഒന്നിനും കൊടുക്കണ്ട. മനസ്സിലായോ? ഓക്കെ.